ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പണപ്പിരിവിന് നിർദ്ദേശം നൽകിയ സംഘടനാ നേതാവ് അനിമോനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു. കോട്ടയം കുറവിലങ്ങാടുള്ള ബാറിലെത്തിയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുന്നത്. പണപ്പിരിവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയിൽ അന്വേഷണം വേണമെന്ന എക്സൈസ് മന്ത്രിയുടെ പരാതിയിലാണ് നടപടി. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, എപ്പോഴാണ് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്? പൂർത്തിയായിട്ടുണ്ടോ? രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യലാണ്. രാവിലെ ഏകദേശം 11 മണിയോടുകൂടി ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ എത്തി കുറവിലങ്ങാടുള്ള ഈ ഒരു ഹോട്ടലിൽ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ അതിനുശേഷം തൊട്ടു പിന്നാലെ ഈ അനിയും എത്തി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ മുതൽ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു ഓഡിയോ സന്ദേശം വന്നതിന് പിന്നാലെ, അല്ലെങ്കിൽ അത് വിവാദമായതിനു ശേഷം ഒരു വിശദീകരണം അനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് മറ്റൊരു കെട്ടിടത്തിന് പിരിവുമായി ബന്ധപ്പെട്ടുള്ള നടത്തിയ ഒരു പിരിവാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ചെല്ലാം തന്നെ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന മറ്റ് ബാറുടമകളുടെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്താനുള്ള നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ്, അതിന്റെ ആദ്യഘട്ടമായിട്ടാണ് ഈ ഒരു മൊഴിയെടുക്കൽ നടക്കുന്നത്. ക്രിസ്റ്റിന. ശരി. ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പണപ്പിരിവിന് നിർദ്ദേശം നൽകിയ സംഘടനാ നേതാവ് അനിമോനെ ക്രൈംബ്രാഞ്ച് കോട്ടയത്ത് ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളാണ് ടോബി ജോൺസൺ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.